പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ സന്ധ്യയുടെ വീട്ടിലുണ്ട്. പ്രവീൺ, ഒരു രക്തസാക്ഷിയായി സന്ധ്യ മാറുകയാണ്. കുടുംബത്തിന്റെ ദുരിതം നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതിലും അധികം വലുതാണ്. അത്ര വലിയ വേദനയിലേക്കാണ് അവരെ ഈ അപകടം കൊണ്ടുപോയിട്ടുണ്ടാവുക. ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞിന് എങ്ങനെയുണ്ട്? അമ്മ വള്ളത്തിനടിയിലേക്ക് പോകുന്നത് കണ്ട ഒരു ഷോക്കിലായിരിക്കുമല്ലോ ആ കുഞ്ഞ്. ഇപ്പോൾ വീട്ടിലുണ്ടോ കുഞ്ഞ്? സുജിയ, കൊല്ലം കോർപ്പറേഷനിൽ 9 ഐലൻഡുകളാണുള്ളത്. അതിൽ ഒരു ഐലൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, പുത്തൻതുരുത്ത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് സന്ധ്യയുടെ കുടുംബ വീട്. പക്ഷേ സന്ധ്യ ഈ വീട്ടിലല്ല താമസിച്ചിരുന്നത്, വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഈ തുരുത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് സന്ധ്യയുടെ ആ ഒരു മരണം വളരെയധികം വേദനാജനകമാണ്. ഇവിടെ നാം നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കുടിവെള്ളത്തിന് ഏറ്റവും വലിയ ക്ഷാമം, അതാണ് സന്ധ്യയുടെ ജീവൻ അപഹരിച്ച ആ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം, ഇവിടെ ചെറുപ്പക്കാരൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ പെയിൻറ്റ് പാട്ടയിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് അവർ ഒരു വീപ്പയിൽ നിറയ്ക്കുകയാണ്. അതിരൂക്ഷമായിട്ടുള്ള ജലക്ഷാമം തന്നെയാണ്. ചുറ്റും കായലാണ്, പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ഇവിടെയുള്ള ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു, അതായത് കുടിവെള്ളം എടുക്കാനായി മറുകരയിലേക്ക് പോയി വെള്ളത്തിൽ വീണ് സന്ധ്യ മരിക്കുന്നു. സന്ധ്യയുടെ വീട്ടിൽ ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കും എല്ലാം വെള്ളം എടുക്കാൻ പോകേണ്ടത് സന്ധ്യ പോയ അതേ മരണവഴി താണ്ടിയാണല്ലേ? അതെ സുജയ, ഈ തുരുത്തിൽ നിന്നും കുറച്ച് ദൂരം മാറിയാണ്, അവിടെ ജങ്കാർ കിടക്കുന്ന ഭാഗത്താണ് ഈ അപകടം സംഭവിച്ചത്. അവിടെ ഒരു ഐസ് പ്ലാന്റ് ഉണ്ട് എന്നാണ് ഇവിടെയുള്ള കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത്. അവിടെ നിന്നാണ് ഇവർ താൽക്കാലിക ആവശ്യത്തിന് വെള്ളം എടുക്കാൻ വേണ്ടി പോയത്. കായലിനടിയിൽ കൂടി പൈപ്പ് ലൈനൊക്കെ ഉണ്ട്, പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആ പൈപ്പിൽ കൂടിയുള്ള ജലവിതരണം ഇവിടെ സാധ്യമാകുന്നില്ല. അതാണ് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉള്ളത്. മരണവീടായതുകൊണ്ട് തന്നെ നമുക്ക് ചില പരിമിതികളുണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ. എങ്കിലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് സന്ധ്യയുടെ മരണം അത് വളരെ വേദനാജനകം തന്നെയാണ്. അതിൽ നമ്മളും പങ്കുചേരുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത് പോലെ തന്നെ ഇപ്പോഴും കുടിവെള്ളം ശേഖരിക്കുന്ന ഒരു കാഴ്ചയാണ് ചെറുപ്പക്കാർ ചെയ്യുന്നതാണ് കാണുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു കുടിവെള്ളത്തിൻ്റെ പ്രശ്നം എത്രമാത്രം രൂക്ഷമാണ്? ഞങ്ങൾക്ക് ഭയങ്കരമായ പാട് തന്നെ. ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടാൻ പാടുക. പിന്നെ ഈ വല വെക്കാൻ പോയി ഇത് ഞാൻ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ സന്ധ്യയുടെ കുടുംബ വീടാണല്ലോ അമ്മ, ഇവിടെ ആരൊക്കെയാണ് കഴിഞ്ഞിരുന്നത്? ഇവിടെ അമ്മയും മോനും കൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സന്ധ്യേനെ ഇനിയിപ്പോൾ അവിടെ സൗകര്യം, അവിടെ വെള്ളപ്പെരുക്കുക വാടക വീട്ടിൽ. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് ഇവിടെ പന്തലിടുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. അത് വാടക വീടാ. സന്ധ്യയ്ക്ക് ഒരു സാമ്പത്തികവും ഇല്ല. ഹാർട്ട് രോഗിയാണ്, ഭർത്താവ് ഹാർട്ട് രോഗിയാണ്. അവരെ കൊണ്ട് യാതൊരു വൃത്തിയില്ലാത്തൊരിതാണ്. ഇപ്പം നാട്ടുകാരെല്ലാം പിടിച്ച് അതൊക്കെ ചെയ്യുന്നത്. സന്ധ്യയ്ക്ക് കേവലം 40 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഒരു മകനും മകളുമുണ്ട്. മകൻ്റെ ഭാര്യയാണെങ്കിൽ ഗർഭിണിയാണ്. ഭർത്താവുണ്ട്. ഭർത്താവ് അല്പസമയം മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. അദ്ദേഹമാണെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുണ്ട്. സന്ധ്യ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിരുന്നു. മകനെ ജോലിയിൽ സഹായിച്ചിരുന്നു. അങ്ങനെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സന്ധ്യയിൽ കൂടി തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബാംഗങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് വലിയ വിഷമമുണ്ടെന്നറിയാം. ഈ കുടിവെള്ള പ്രശ്നമാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ആ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു തുള്ളി വെള്ളം പോലും അവിടെ കുടിക്കാനില്ല. സന്ധ്യയുടെ അമ്മ ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചി ആ വീട്ടിൽ കിടക്കുക. മോള് വരുന്നേം കാത്തു നോക്കിയിരിക്കുക. മോൾ ആശുപത്രിയിൽ നിന്ന് വന്നിട്ടേ ആഹാരം കഴിക്കത്തുള്ളൂ. മോള് മരണപ്പെട്ടൊരു വിവരം ആ അമ്മയെ ഇതുവരെ അറിയിച്ചിട്ടില്ല. നാളെ ഇനി ആ അമ്മയുടെ അവസ്ഥ എന്താകുമെന്ന് ഞങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ഒരു മോൻ നഷ്ടപ്പെട്ട വേദനയും ഭർത്താവ് നഷ്ടപ്പെട്ട വേദനയും കഴിഞ്ഞ് ഈ മോളാ ഒരു താങ്ങും തണലുമായിട്ട് തള്ളയ്ക്കുള്ളത്. ഒരാങ്ങളെയുള്ള സഹോദരനും ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് നിൽക്കുക. അയാൾക്കും സുഖമില്ലാത്ത, അയാളെയും താങ്ങുന്നതും സഹായിക്കുന്ന എല്ലാം ഈ ഒരു പെങ്ങളാണ്. ഇനി കെട്ടിക്കാൻ പ്രായമായ ഒരു മോളും ഈ സന്ധ്യയ്ക്കുണ്ട്. ഈ മോളെയും തനിച്ചാക്കി ഈ അമ്മേനെയും ആങ്ങളേനെയും എല്ലാം ആരെ ഏൽപ്പിച്ചെന്നുള്ളത് അറിയത്തില്ല. ഈ തുരുത്തിലൊട്ട എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും സഹിക്കാനാവാത്തൊരു മരണം തന്നെ ഇത്. ഇപ്പോഴും ആ വീട്ടിൽ ചെന്നിട്ട് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലെന്നുള്ളത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചയാണ്. അതേപോലെ എൻ്റെ അപ്പച്ചി ഇപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നു, മോള് ഇത് അറിഞ്ഞ് വന്നതാണ്. അവൾ കാല് മുറിഞ്ഞ് അവിടെ ആശുപത്രി കിടക്കുക. രാവിലെ വെള്ളം എടുക്കാൻ പോയതാ മോളേന്ന്. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു, ആണപ്പച്ചി അവൾ ആ കാല് മുറിഞ്ഞത് അറിഞ്ഞിട്ട് തിരക്കാൻ വന്നതാണെന്ന് തന്നെ ഞാനും പറഞ്ഞു. നാളെ ആ തള്ളയുടെ അവസ്ഥ എന്താവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് സഹിക്കാൻ വയ്യ. അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവും. ഈ ഒരു മരണം ആർക്കും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് തന്നെ. സുജയ, നാം ഇങ്ങോട്ട് ഈ ഐലൻഡിലേക്ക് വന്നതൊരു വള്ളത്തിലാണ്. നേരെ
ഇപ്പോൾ സന്ധ്യയുടെ അമ്മ ഉള്ള വീടിന് മുന്നിലേക്കാണ് ഈ വള്ളം കൊണ്ട് ഇറക്കിയത്. പക്ഷേ അപ്പോൾ തന്നെ ആ കുടുംബാംഗങ്ങളെല്ലാം വരികയും സന്ധ്യയുടെ അമ്മ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല, മരണവിവരം അറിഞ്ഞിട്ടില്ല, കാലിന് ചെറിയ പരിക്ക് പറ്റി അങ്ങനെ ആശുപത്രിയിലാണെന്നാണ് പറഞ്ഞത്. ആ അമ്മ വീടിനകത്തുണ്ടായിരുന്നു. നമ്മൾ വിനോദസഞ്ചാരികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ആ വീട് കടന്ന് ഇങ്ങോട്ട് പോരുകയായിരുന്നു. അമ്മ ഒരിക്കലും അക്കാര്യം അറിഞ്ഞിട്ടില്ല. ഈ കുടുംബാംഗങ്ങൾ ഒപ്പം തന്നെ അയൽവാസികളെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിൽ വളരെയധികം വിഷമസന്ധിയിലാണെന്ന് തന്നെ പറഞ്ഞു ചേച്ചി. ഞങ്ങളുടെ ഈ ഏരിയ എന്ന് പറഞ്ഞത് സുനാമി തുരുത്താക്കി വെച്ചിരിക്കുക. അത് പിന്നെ സുനാമി കയറിയ സമയത്ത് തൊട്ടേ ഞങ്ങൾക്ക് സുനാമി തുരുത്താം. പക്ഷേ ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കൊണ്ടുവച്ചേക്കുന്ന മീറ്റർ, അതായത് ഇവിടെ കാണാം, അതാ കണ്ടോ മീറ്റർ കൊണ്ടുവച്ചിരിക്കുക. അതിനുശേഷം ഞങ്ങൾ പൈസ അടയ്ക്കണം. ഈ ഒരു തുക എങ്ങനെ എഴുതി തരും? ഞങ്ങൾ അത്രയും ആ തുക തന്നെ ഞങ്ങൾ കൊണ്ട് അടയ്ക്കുക. ഞങ്ങളെ കൊണ്ടൊരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഈ കറണ്ട് ബില്ല് തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ വയ്യാത്ത രീതിയിലാണ് കറണ്ട് ബില്ല്. ഈ വെള്ളത്തിൻ്റെ ബില്ല് അതിനേക്കാൾ വലുതാട്ടോ. വെള്ള ബില്ല് വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഞങ്ങൾക്ക് ഇവിടെ എങ്ങും വെള്ളമില്ലാതെ ഞങ്ങൾ കടന്ന് എൻ്റെ വീട്ടിലാണ് ഫസ്റ്റിലേ കൊണ്ടുവച്ചത്. എന്നാൽ ആ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് 14,000 രൂപ അടുപ്പിച്ചോളം ഞങ്ങൾക്ക് ബില്ല് വന്ന് 3,000 രൂപ ബില്ല് വന്ന് ഞങ്ങൾ ആ പൈസ ഞാൻ അടയ്ക്കത്തില്ല. ഞാൻ വീട്ടിൽ തന്നെ വെച്ചിരിക്കും. എനിക്ക് നിവർത്തിയില്ല. എൻ്റെ ഭർത്താവ് എനിക്ക് ഹാർട്ട് രോഗിയാണ്. അത് കാരണം ഞങ്ങൾ അടയ്ക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആ ബില്ല് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. കാരണം ഈ നോക്കുക ഈ തുരുത്തുകളിലൊക്കെ ഇങ്ങനെ മീറ്റർ ഉണ്ട് വെച്ചാൽ ഞങ്ങളൊക്കെ എങ്ങനെ താങ്ങും? വെള്ളമില്ലാതെ ഞങ്ങൾ അതിനേക്കാൾ കിടന്ന് ഞങ്ങൾ അനുഭവിക്കുക. ഈ മിക്കവാറും എല്ലാം ഞങ്ങളുടെ പൈപ്പിലങ്ങും വെള്ളമില്ല. ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഒരു ജീവൻ തന്നെ പോയി. ഇനി ഞങ്ങൾക്കാണെങ്കിൽ വള്ളം പോലും തുഴക്കാൻ അറിയാത്ത ആൾക്കാരാണ്. ഒരു വള്ളത്തിനകത്ത് ഇച്ചിരി വെള്ളം ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടെ എങ്ങനെ പറ്റുമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഈ ചെറുപ്പക്കാർ എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്? അക്കരയിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഭയങ്കര പാടാണ്. ആ വള്ളത്തിനകത്തൊക്കെ വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ഉപ്പുവെള്ളം വരെ വീഴും ഈ വെള്ളത്തിനകത്ത്. ആ വെള്ളം വരെ കൊണ്ടുകൊണ്ട് വരുന്നത്. പിന്നെ ഈ പ്ലാന്റിൽ നിന്ന് വെള്ളം പിടിച്ചു കൊണ്ടുകൊണ്ട് വരികയത്. ഈ കൊണ്ടുവരുന്ന വെള്ളത്തിന് നിങ്ങൾക്ക് പണം കൊടുക്കണോ? ഇത് പ്ലാന്റിലെ വെള്ളമായത്. ഐസ് പ്ലാന്റിനകത്ത് കൊണ്ടുവരുന്ന വെള്ളമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തരുന്നതേ ഉള്ളൂ. അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ഐസ് പ്ലാന്റിൽ നിന്ന് വെള്ളം എടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണ് മീറ്ററിന് വെള്ളം അടയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. വെള്ളം കൊണ്ടുവന്നിരിക്കുന്നത്. പ്രവീൺ, അവിടുത്തെ പ്രശ്നം അതായത് അവിടെ വാട്ടർ മീറ്റർ വെച്ചിട്ടുണ്ടല്ലേ? നല്ലൊരു ദിവസം വന്നിട്ട് പോലും ഞങ്ങൾക്ക് 1 കിലോ അരി പോലും മേടിച്ച് വെക്കാനുള്ള സാഹചര്യം ഇല്ല. അതെ സുജിയ, വാട്ടർ മീറ്റർ കൃത്യമായി വെച്ചിട്ടുണ്ട്. അതായത് ഇവർ ഉപയോഗിക്കുന്ന വെള്ളത്തിന് പണം കൃത്യമായി ഈടാക്കുന്ന രീതി ഇവിടെയുണ്ട്. പക്ഷേ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ജലം പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് കൂടിയ തുകയൊക്കെയാണ്. അതെ, വെള്ളമില്ല, മീറ്റർ ഉണ്ട്, ആ തുക കൃത്യമായി ഈടാക്കുന്നുണ്ട്. 3,000 രൂപ ആളുകളെല്ലാം സാധാരണക്കാരാണ്. അതെ സുജിയ, ഇവിടെ കുടിവെള്ള പൈപ്പൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടില്ലേ, ഇതിനകത്ത് വെള്ളം എന്നുള്ളതില്ല. അതാണ് ഇവിടെയുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട. അതേസമയം തന്നെ ഇവിടെ മീറ്റർ സ്ഥാപിച്ചിട്ടുമുണ്ട്. 3,000 രൂപയിലധികം മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുകയും ഈടാക്കുന്നുണ്ട്. 3,000 രൂപയിലധികം ബില്ല് വരുമെന്ന് വീട്ടുകാർ തന്നെ പറയുന്നു. ചികിത്സാ ചെലവ്, മറ്റുള്ള ജീവിത ചെലവൊക്കെ വരുമ്പോൾ ഈ 3,000 രൂപ എന്തൊരു കഷ്ടമാണിത് പ്രവീൺ പുരുഷോത്തമൻ. അവര് മനുഷ്യരാണെന്ന് ചിന്തിക്കാതെ വെള്ളം കൊടുക്കാതെ ഇട്ട് വലയിച്ച് അതിലൊരാളുടെ ജീവൻ പൊലിഞ്ഞിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ മാറി നിൽക്കുന്ന അധികൃതരോട് നിങ്ങൾ എന്തൊരു മനുഷ്യരാണ് എന്നല്ലാതെ എന്ത് ചോദിക്കാനാണ്? നമുക്ക് മറ്റു തുരുത്തുകളുടെ അവസ്ഥ കൂടി ഒന്ന് നോക്കണമല്ലോ. നമ്മളിപ്പോൾ കണ്ട ഇടത്തു നിന്ന്, അതായത് സന്ധ്യയുടെ സ്ഥലത്ത് നിന്ന് നമുക്ക് ഫാത്തിമ ഐലൻഡിലേക്ക് ഒന്ന് പോകാം.